നടത്തിയതുപോലെ ഇറാൻ ഇനിയും ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് വിനാശകരമായ ഒരു യുദ്ധത്തിലാകും കലാശിക്കുക എന്നതാണ് എന്നൊരു ടേക്ക്. കാരണം ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധം ഇല്ലെന്ന് ഇപ്പോൾ പോലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അമേരിക്കൻ ഏജൻസികൾ തന്നെ സമ്മതിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ കിമ്മിനെ എന്തിനാണ് ട്രംപും അമേരിക്കയും ഭയക്കുന്നത് എന്നറിയോ? അവരുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭയക്കുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ ഉത്തര കൊറിയ തിരിച്ചു വെച്ചപ്പോൾ മിന്നൽ വേഗത്തിലാണ് സമവായം ഉണ്ടാക്കാനായി ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഇറാന്റെ മിസൈലുകൾ തടയാൻ ഇസ്രയേലിന്റെ അയൺ ഡോമിനൊപ്പം അമേരിക്കയുടെ താഡ് ഉൾപ്പെടെ ഉണ്ടായിട്ടും ഇസ്രയേലിൽ വീണിരിക്കുന്നത് ഇറാന്റെ അനവധി മിസൈലുകളാണ്. ഇസ്രയേൽ ഒരു ബങ്കർ രാജ്യമല്ലായിരുന്നുവെങ്കിൽ ആ രാജ്യത്ത് എത്ര പേർ കൊല്ലപ്പെടുമായിരുന്നു എന്നത് പ്രതിരോധ വിദഗ്ധർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും അമേരിക്കയുമായി ചേർന്ന് ആക്രമണത്തിനായി ഇസ്രയേൽ കോപ്പ് കൂട്ടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയം വേണ്ട. മനോനില തെറ്റിയവനെ പോലെ പെരുമാറുന്ന നെതന്യാഹു സമാന മാനസികാവസ്ഥയിലുള്ള ട്രംപിനെ കൂട്ടുപിടിച്ച് ഈ ലോകത്തിന്റെ സമാധാനമാണ് യഥാർത്ഥത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഡിസംബർ 29-ന് വൈറ്റ് ഹൗസിലോ മാറേലാഗോയിലോ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ചയെ വളരെ ഗൗരവമായിട്ടാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രസക്തി എന്താണ്? ഈ കൂടിക്കാഴ്ച ഇസ്രയേലിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അജണ്ടയിൽ ട്രംപ് വീണുപോയാൽ അമേരിക്കയ്ക്കും നല്ല നാളുകളായിരിക്കില്ല വരാൻ പോകുന്നത് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇസ്രയേൽ എന്ന ജൂതരാജ്യം ഇപ്പോൾ വലിയ ആശങ്കയിലും ഭയത്തിലുമാണുള്ളത്. ഗാസയിൽ നടത്തിയ ആക്രമണം മുതൽ ഇറാനുമായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടൽ വരെ എടുത്തു പരിശോധിച്ചാൽ ഇസ്രയേൽ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണോ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം അവർക്ക് നേടാനായിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ സൈനികമായി തന്നെ കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം ഏകദേശം ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ചർച്ച കൂടിയാണിത്. കഴിഞ്ഞ ജൂണിൽ നടന്ന സംഘർഷത്തിൽ അമേരിക്കൻ ബോംബറുകളാണ് ഇറാന്റെ ആണവ നിലയത്തിൽ ബോംബിട്ടത്. ഇതോടെ ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കിയതായാണ് ട്രംപ് തന്നെ പരസ്യമായിട്ട് അവകാശപ്പെട്ടിരുന്നത്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള തള്ള് എന്നതിലുപരി അതിലൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നത് വൈകിയാണെങ്കിലും ഇപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകരാജ്യങ്ങൾക്കാകെ ബോധ്യപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇറാനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ഏകപക്ഷീയമായി മാറില്ലല്ലോ. അങ്ങനെ വിലയിരുത്തുമ്പോൾ പോലും ഒരേ സമയം അമേരിക്കൻ ആക്രമണവും ഇസ്രയേൽ ആക്രമണവും നേരിടേണ്ടി വന്നിട്ട് പോലും ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണല്ലോ ഇപ്പോൾ ലോകത്തിനും ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം തകർക്കാനാണ് ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചിരുന്നത്. എന്നാൽ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിപ്പോഴും ഭദ്രമായി തന്നെ ഇറാനിലുള്ളതിനാൽ ഏത് നിമിഷവും ആണവായുധം നിർമ്മിക്കാനും ഇറാന് കഴിയും. ഇറാൻ ആണവശക്തിയായി മാറുന്നത് ഒരേ സമയം ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കക്കും കൂടി ഭീഷണിയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഇസ്രായേലിന് വേണമെങ്കിൽ ഭയക്കാം, പക്ഷെ അമേരിക്കയെ പോലുള്ള ലോകത്തെ 1-ാം നമ്പർ ശക്തി എന്തിന് ഇറാനെ ഭയക്കണം? അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു വിഡ്ഢിത്തമല്ലേ? എന്ത് വിഡ്ഢിത്തം? അങ്ങനെ പറയാനുള്ള കാര്യവും ഞാൻ തന്നെ പറയാം. താൻ കിം ജോങ് ഉൻ എന്ന ഭരണാധികാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ കിമ്മിനെ എന്തിനാണ് ട്രംപും അമേരിക്കയും ഭയക്കുന്നത് എന്നറിയോ? അവരുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭയക്കുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ ഉത്തര കൊറിയ തിരിച്ചു വെച്ചപ്പോൾ മിന്നൽ വേഗത്തിലാണ് സമവായം ഉണ്ടാക്കാനായി ട്രംപ് പറഞ്ഞിരുന്നത്. ഒടുവിൽ കിം ജോങ് ഉന്നുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അമേരിക്കയുടെ ആശങ്ക ഒഴിഞ്ഞിരുന്നത്. ഗൂഗിളിലൊന്ന് പരതി നോക്കി അതിന്റെ വിശദാംശങ്ങൾ തനിക്കും ലഭിക്കും. ലോകത്തെ ഏറ്റവും അധികം രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയ അമേരിക്ക എന്തിന് ഉത്തര കൊറിയയെ ഭയക്കണം എന്നൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നില്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒരു ആണവ രാജ്യത്തെ അവർ ആക്രമിച്ചിട്ടുണ്ടോ? ഇവിടെ ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിക്കാൻ ചിന്തിക്കുമ്പോൾ തന്നെ സ്വയം നാശം ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ചിന്തിക്കേണ്ടതായിട്ട് വരും. ആയുധ കരുത്ത് ഉപയോഗിച്ച് ഉത്തര കൊറിയയെ നശിപ്പിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ വലിയ വില തന്നെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടും വരും. തീർച്ചയായും അത്തരമൊരു യുദ്ധം നടക്കുമ്പോൾ ആദ്യം തന്നെ ഉത്തര കൊറിയ ആണവായുധം പ്രയോഗിക്കുമെന്നത് ഉറപ്പാണ്.
ഞാൻ അങ്ങനെ പറയാൻ കാരണം കിം ജോങ് ഉൻ ട്രംപ് ആടുന്നത് പോലെ കോമാളിക്കളിയല്ല കളിക്കുക. അയാൾ ഒന്നിനും മടിക്കില്ല എന്നത് ഈ ലോകത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. അമേരിക്കക്ക് ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങളും ലോകത്തിന്റെ അവസ്ഥയും എല്ലാം നോക്കേണ്ടതുണ്ട്. സങ്കീർണമായൊരു പ്രക്രിയയാണത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബിട്ട പോലെ എളുപ്പത്തിൽ നടപ്പാക്കാവുന്ന ഒരു കാര്യമല്ല അത്. എന്നാൽ ഉത്തര കൊറിയയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഉപരോധങ്ങളാൽ ചുറ്റപ്പെട്ട ആ രാജ്യത്തിന് ഒരു നിയമവും ബാധകമല്ല. അവർ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുമെന്ന് കരുതാനും കഴിയുകയില്ല. കിം ജോങ് ഉൻ തീരുമാനിച്ചാൽ ആ ക്ഷണം അവർക്ക് എന്തും എടുത്തിട്ട് പ്രയോഗിക്കാൻ കഴിയും. ഇത് തന്നെയാണ് അമേരിക്കയെയും പിറകോട്ടടിപ്പിക്കുന്നത്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഉത്തര കൊറിയ പ്രയോഗിക്കുന്ന ആണവ മിസൈല് അമേരിക്കയിൽ എത്തും മുമ്പ് തകർത്ത് കളയാനുള്ള ടെക്നോളജി എന്തായാലും അമേരിക്കക്കുണ്ടല്ലോ. അതൊരു ധൈര്യമല്ലേ? എന്ത് ടെക്നോളജിയെ കുറിച്ചാണ് താനീ പറയുന്നത്? പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഉള്ളത് ഖത്തറിലാണ്. ആ താവളത്തിന് ചുറ്റും അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ആധുനിക ടെക്നോളജിയിൽ പിറന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇറാൻ സാമ്പിളായി പറത്തിവിട്ട മിസൈലിനെ തടുക്കാൻ പോലും പറ്റാതിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്ക് എങ്ങനെയാണ് ആണവ പോർമുന ഘടിപ്പിച്ചു വരുന്ന മിസൈലിനെ തടുക്കാൻ കഴിയുക? ഇതൊക്കെ പറഞ്ഞാൽ അമേരിക്കക്കാർ പോലും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഇറാന്റെ മിസൈലുകൾ തടയാൻ ഇസ്രയേലിന്റെ അയൺ ഡോമിനൊപ്പം അമേരിക്കയുടെ താഡ് ഉൾപ്പെടെ ഉണ്ടായിട്ടും ഇസ്രയേലിൽ വീണിരിക്കുന്നത് ഇറാന്റെ അനവധി മിസൈലുകളാണ്. ഇസ്രയേൽ ഒരു ബങ്കർ രാജ്യമല്ലായിരുന്നുവെങ്കിൽ ആ രാജ്യത്ത് എത്ര പേർ കൊല്ലപ്പെടുമായിരുന്നു എന്നത് പ്രതിരോധ വിദഗ്ധർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോയി ഇറാനുമായി ഒത്തുതീർപ്പിന് എത്തേണ്ടി വന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാന്റെ മിസൈൽ വീണപ്പോഴാണ്. മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ച ശേഷമാണ് അന്ന് ഇറാൻ ഇത്തരം ഒരു സാമ്പിൾ വെടിക്കെട്ടിന് മുതിർന്നിരുന്നത്. ആണവായുധം ഇല്ലാതെ തന്നെ അങ്ങനെ ഒരു ധൈര്യം ഇറാൻ കാട്ടിയെങ്കിൽ ആണവശക്തിയായി മാറിയാൽ അവർ എന്തൊക്കെ കാണിക്കുമെന്നത് ലോകത്താർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 86 വയസ്സുകാരനായ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉറച്ച നിലപാടും ഇറാൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ഇറാന്റെ കരുത്ത്. ആ കരുത്ത് തകർക്കാൻ ഇറങ്ങിയവരാണ് ഇപ്പോൾ ഇറാൻ ആണവശക്തിയാകുമെന്ന് കണ്ട് വീണ്ടും ഭയന്നു തുടങ്ങിയിരിക്കുന്നത്. ആ ഭയം തന്നെയാണ് നെതന്യാഹുവിനെയും ട്രംപിനെയും വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്കും പ്രേരിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലാണോ ഈ ഒരു ചർച്ച? അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ മുമ്പ് നടത്തിയതുപോലെ ഇറാൻ ഇനിയും ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് വിനാശകരമായ ഒരു യുദ്ധത്തിലാകും കലാശിക്കുക എന്നതാണ് എന്നൊരു ടേക്ക്. കാരണം ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധം ഇല്ലെന്ന് ഇപ്പോൾ പോലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അമേരിക്കൻ ഏജൻസികൾ തന്നെ സമ്മതിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഇറാന്റെ 11 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടെങ്കിലും ഈ രംഗത്ത് വിദഗ്ധരായ നിരവധി ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇറാനിൽ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു ദ്രുത ആണവ പരീക്ഷണം നടത്തുമെന്നാണ് സ്ഥാനമൊഴിയുന്ന മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ ഫ്ലോറിഡ സന്ദർശനത്തിന്റെ അടിയന്തര പ്രേരക ശക്തി മറ്റെന്തോ ആണ് എന്നത് വ്യക്തമാണ്. ഇറാൻ ആണവശക്തിയാകാൻ ശ്രമിക്കുന്നതിൽ മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനം പുനർനിർമ്മിക്കാനും അല്ലെങ്കിൽ വികസിപ്പിക്കാനുമുള്ള ഇറാന്റെ ശ്രമങ്ങളിലും ഇസ്രയേലിന് വലിയ ആശങ്കയുണ്ട്. ഇറാന് പ്രതിവർഷം ചുരുങ്ങിയത് 3000 മിസൈലുകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇസ്രയേൽ വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാന് നേരെ എത്രയും പെട്ടെന്ന് അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ അതല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് നയിക്കുന്ന മാരക ആക്രമണമാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. വ്യോമാക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇറാനിൽ അട്ടിമറി നടത്താനും ലക്ഷ്യമിട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്താനുമായിട്ട് ഇസ്രയേൽ ചാരസംഘടന ഇറാനുള്ളിൽ 100-ലധികം ഏജന്റുമാരെ നിയോഗിച്ചതായ റിപ്പോർട്ടും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ഉൽപാദന ശേഷി പൂർണ്ണശേഷിയിൽ എത്തുന്നതിന് മുമ്പ് അവയെ തകർക്കണമെന്നതാണ് ഇസ്രയേലിന്റെ ആവശ്യം. ഈ ആവശ്യം മുൻനിർത്തിയുള്ള കൂടിക്കാഴ്ചകൾക്കായാണ് നെതന്യാഹു അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതേ മോഡൽ ആക്രമണം തന്നെയല്ലേ മുമ്പും ഇറാനിൽ പരാജയപ്പെട്ടിരുന്നത്? അതെ, അന്ന് അവർക്ക് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരെയും സാധാരണക്കാരെയും വധിക്കാൻ സാധിച്ചെങ്കിലും ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനോ സൈനിക ശേഷി തകർക്കാനോ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ പ്രതികാര നടപടിയിൽ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഏകദേശം ഒരു 1100 ഡ്രോണുകളുമാണ് പ്രയോഗിച്ചിരുന്നത്. ഇതിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 10,000-കണക്കിന് ഇസ്രയേലി പൗരന്മാരാണ് സംഘർഷം ഭയന്ന് നാട് വിട്ടിരുന്നത്. ഇറാന്റെ മിസൈൽ ഭീഷണി കേവലം സൈദ്ധാന്തികമല്ല, മറിച്ച് മാരകമായി പ്രായോഗികമാണ് എന്ന് ഇസ്രയേലിനെ പഠിപ്പിച്ചതും ഇതേ സംഘർഷം തന്നെയാണ്.
ഇതിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും അമേരിക്കയുമായി ചേർന്ന് ആക്രമണത്തിനായി ഇസ്രയേൽ കോപ്പ് കൂട്ടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയം വേണ്ട. മനോനില തെറ്റിയവനെ പോലെ പെരുമാറുന്ന നെതന്യാഹു സമാന മാനസികാവസ്ഥയിലുള്ള ട്രംപിനെ കൂട്ടുപിടിച്ച് ഈ ലോകത്തിന്റെ സമാധാനമാണ് യഥാർത്ഥത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനായി അവർ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇറങ്ങി തിരിച്ചാൽ വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും നേരിടേണ്ടി വരിക എന്നേ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ.